ഇറാൻ തീർന്നു, ഇനി വർഷങ്ങളോളം അവർക്ക് തിരിച്ചുവരാനാവില്ല എന്നു ഉറപ്പിച്ചു പറഞ്ഞ് ആഹ്ലാദപ്രകടനം നടത്തിയ അമേരിക്കയും ഇസ്രായേലും ഇപ്പോൾ വലിയൊരു ഞെട്ടലിലാണ്. വെറും ആഴ്ചകൾക്ക് മുമ്പ് ഇറാന്റെ സൈനികശേഷി പൂർണ്ണമായും തകർത്തു എന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും വമ്പൻ അവകാശവാദങ്ങളെല്ലാം ഇപ്പോൾ തകിടം മറിഞ്ഞിരിക്കുന്നു. പശ്ചിമേഷ്യൻ മണ്ണിൽ വീണ യുദ്ധത്തിന്റെ കനലുകൾ പൂർണ്ണമായി അടങ്ങും മുമ്പേ തകർന്നടിഞ്ഞ ചാരത്തിൽ നിന്നും ആരും പ്രതീക്ഷിക്കാത്ത വേഗതയിൽ ആ സൈനികയന്ത്രം വീണ്ടും ഉയിർത്തെഴുന്നേൽക്കുകയാണ്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പോലും അമ്പരപ്പോടെ പുറത്തുവിട്ട ആ അതീവ രഹസ്യ റിപ്പോർട്ടിനു പിന്നിലെ യഥാർത്ഥ സത്യമെന്താണ്? ഇറാൻ അണിയറയിലൊരുക്കുന്ന ആ അടുത്ത വൻ നീക്കം ലോകത്തെ ഏതു രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത്? നമുക്ക് നോക്കാം. CNN പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഏപ്രിലിൽ ആരംഭിച്ച 6 മാസത്തെ വെടിനിർത്തൽ കാലയളവിനിടെ തന്നെ ഇറാൻ ഡ്രോൺ നിർമ്മാണം പുനരാരംഭിച്ചിരുന്നു. അമേരിക്കയും ഇസ്രായേലും ചേർന്നു നടത്തിയ ആക്രമണങ്ങൾ ഇറാന്റെ സൈനികശേഷിയെ വർഷങ്ങളോളം പിന്നോട്ടടിക്കുമെന്നായിരുന്നു ആദ്യം കരുതപ്പെട്ടത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ലെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അമേരിക്കൻ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട നിരവധി വൃത്തങ്ങൾ പറയുന്നത് ഇറാന്റെ സൈന്യം പ്രതീക്ഷിച്ചതിലും വളരെ വേഗത്തിലാണ് പുനർനിർമ്മാണം നടത്തുന്നതെന്നാണ്. ചില വിലയിരുത്തലുകൾ പ്രകാരം വെറും 6 മാസത്തിനുള്ളിൽ തന്നെ ഇറാന് പൂർണ്ണ ഡ്രോൺ ആക്രമണശേഷി തിരികെ നേടാനാകും എന്നാണ്. ഇത് വെറും സൈനിക പുനർനിർമ്മാണമല്ല, ഒരു രാഷ്ട്രീയ സന്ദേശവുമാണ്. ഞങ്ങളെ തകർത്തു എന്ന് കരുതേണ്ട എന്ന ഇറാന്റെ മറുപടി പോലെയാണ് ഈ നീക്കങ്ങൾ കാണപ്പെടുന്നത്. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് ശേഷം തകർന്ന മിസൈൽ ലോഞ്ചറുകൾ, ഡ്രോൺ ഫാക്ടറികൾ, ആയുധ നിർമ്മാണ സംവിധാനങ്ങൾ എന്നിവ വേഗത്തിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാനികൾ എല്ലാ കണക്കുകൂട്ടലുകളെയും മറികടന്നു എന്നാണ് ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ തുറന്നു പറഞ്ഞത്. അതായത് അമേരിക്കൻ ഇന്റലിജൻസ് കരുതിയ സമയപരിധികളേക്കാൾ വേഗത്തിലാണ് ഇറാൻ തിരികെ വരുന്നത്. ഇതിൽ ഏറ്റവും വലിയ ആശങ്ക ഇസ്രായേലിനും ഗൾഫ് രാജ്യങ്ങൾക്കുമാണ്. കാരണം ഇറാന്റെ ഡ്രോൺ ആക്രമണശേഷിയാണ് പശ്ചിമേഷ്യയിലെ ശക്തിസമവാക്യങ്ങളെ ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ചിരിക്കുന്നത്. കുറഞ്ഞ ചെലവിൽ വൻ നാശനഷ്ടം വിതയ്ക്കാൻ കഴിയുന്ന ഷാഹെഡ് പോലുള്ള ഡ്രോണുകൾ ഇതിനകം ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയവയാണ്. യുദ്ധം വീണ്ടും ആരംഭിച്ചാൽ മിസൈലുകളേക്കാൾ വേഗത്തിൽ ഡ്രോൺ ആക്രമണങ്ങളിലൂടെ ഇറാൻ തിരിച്ചടിക്കുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് മേഖലയിലെ കപ്പൽ ഗതാഗതത്തിനും ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ സൗകര്യങ്ങൾക്കും ഇത് വലിയ ഭീഷണിയാകാം. അതേസമയം റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയും ഇറാന്റെ വേഗത്തിലുള്ള പുനർനിർമ്മാണത്തിന് പിന്നിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് ചൈന ഇറാന് മിസൈൽ നിർമ്മാണത്തിനാവശ്യമായ ഘടകങ്ങൾ നൽകുന്നത് തുടരുകയാണെന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് വിലയിരുത്തലുകൾ പറയുന്നത്. നിലവിലെ ഉപരോധങ്ങൾ കാരണം ഇത് പരിമിതമായിരിക്കാമെങ്കിലും യുദ്ധകാലത്തുപോലും ഇറാന്റെ വിതരണ ശൃംഖല പൂർണ്ണമായി തകരാത്തതിന്റെ തെളിവായാണ് ഇത് കാണപ്പെടുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയും അടുത്തിടെ ചൈന ഇറാന് മിസൈൽ നിർമ്മാണ ഘടകങ്ങൾ നൽകുന്നു എന്നാരോപിച്ചിരുന്നു. എന്നാൽ ചൈന ഈ ആരോപണങ്ങൾ നിഷേധിച്ചു. അമേരിക്കൻ സൈനിക നേതൃത്വം പറയുന്നതും ഇന്റലിജൻസ് റിപ്പോർട്ടുകളും തമ്മിലുള്ള വൈരുദ്ധ്യവും ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. സെൻകോം മേധാവി അഡ്മിറൽ ബ്രാഡ് കൂപ്പർ കോൺഗ്രസിൽ പറഞ്ഞത് അമേരിക്കൻ ആക്രമണങ്ങൾ ഇറാന്റെ പ്രതിരോധ വ്യവസായ അടിസ്ഥാനത്തിന്റെ 90% നശിപ്പിച്ചു എന്നും അത് വർഷങ്ങളോളം പുനഃസ്ഥാപിക്കാനാവില്ല എന്നുമായിരുന്നു. എന്നാൽ അതേസമയം അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നത് വർഷങ്ങളല്ല, മാസങ്ങൾ മാത്രം മതിയാകും എന്നാണ്. അതായത് യുദ്ധത്തിന്റെ യഥാർത്ഥ ഫലത്തെക്കുറിച്ച് അമേരിക്കൻ സംവിധാനത്തിനുള്ളിൽ തന്നെ വ്യത്യസ്ത വിലയിരുത്തലുകളുണ്ട് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. മറ്റൊരു ഞെട്ടിക്കുന്ന വിവരവും പുറത്തുവന്നിട്ടുണ്ട്. US ആക്രമണങ്ങളെ അതിജീവിച്ച് ഇറാന്റെ മിസൈൽ ലോഞ്ചറുകളിൽ പകുതിയിലധികവും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചിലത് ആക്രമണ സമയത്ത് മണ്ണിനടിയിൽ ഒളിപ്പിച്ചിരുന്നതാകാം എന്നും വെടിനിർത്തൽ കാലത്ത് അവ വീണ്ടും പുറത്തെടുത്തിരിക്കാം എന്നും വിലയിരുത്തപ്പെടുന്നു. ആയിരക്കണക്കിന് ഇറാനിയൻ ഡ്രോണുകളും ഇപ്പോഴും സജീവമാണെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പറയുന്നത്. കൂടാതെ ഹോർമോസ് കടലിടുക്കിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന തീരദേശ ക്രൂയിസ് മിസൈൽ സംവിധാനങ്ങളും ബഹുഭൂരിഭാഗവും കേടുകൂടാതെ തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതെല്ലാം ചേർത്തു നോക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണങ്ങൾ ഇറാനെ തകർത്തിട്ടില്ല, മറിച്ച് താൽക്കാലികമായി മാത്രം പിന്നോട്ടടിപ്പിച്ചു എന്നാണ് ഇപ്പോഴത്തെ ചിത്രം. യുദ്ധം അവസാനിച്ച ഉടൻ തന്നെ പുനർനിർമ്മാണത്തിലേക്ക് ഇറങ്ങാനുള്ള ശേഷിയും പുറം രാജ്യങ്ങളുടെ പിന്തുണയും ദീർഘകാല ഉപരോധങ്ങൾക്കിടയിലും നിലനിന്ന പ്രതിരോധ വ്യവസായ സംവിധാനവും ഇറാനെ വീണ്ടും അപകടകാരിയാക്കുകയാണ്. ഇനി ലോകം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: അമേരിക്കയും ഇസ്രായേലും വീണ്ടും യുദ്ധബാധയിലേക്ക് തിരിയുമോ എന്നതാണ്. കാരണം ഈ റിപ്പോർട്ടുകൾ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഇറാനെ പൂർണ്ണമായി തകർത്തു എന്ന ആത്മവിശ്വാസത്തിലാണ് അമേരിക്കയും ഇസ്രായേലും മുന്നോട്ടു പോകുന്നതെങ്കിൽ അത് വലിയ തെറ്റായ കണക്കുകൂട്ടലാകാം.
കഴിഞ്ഞ 40 പതിറ്റാണ്ടായി ഉപരോധങ്ങളും യുദ്ധങ്ങളും രഹസ്യാക്രമണങ്ങളും അതിജീവിച്ച രാജ്യം വീണ്ടും ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ടുതന്നെ പശ്ചിമേഷ്യയുടെ അടുത്ത അധ്യായം ഇനി കൂടുതൽ അപകടകരവും അനിശ്ചിതത്വം നിറഞ്ഞതുമായിരിക്കും എന്ന ആശങ്കയാണ് ഇപ്പോൾ ലോകശക്തികളെ വേട്ടയാടുന്നത്.